നമ്മുടെ ഈ ശരീരം ശാശ്വതമല്ല. അത് ഏത് നിമിഷവും നശിക്കാവുന്നതാണ്. എത്രയോ ജന്മങ്ങൾക്ക് ശേഷം കിട്ടുന്നതാണ് മനുഷ്യജന്മം. മൃഗതുല്യം ജീവിച്ച് അത് പാഴാക്കിയാൽ പിന്നെയും കൃമികീടങ്ങളായി ജനിക്കേണ്ടി വരും. അമ്മയുടെ ഈ വാക്കുകൾ ചിന്തയിൽ ദീപം തെളിയിക്കട്ടെ. തിരുവനന്തപുരത്തിന്റെ കിഴക്കൻ മേഖലയിലെ ഭക്തിയുടെ പുണ്യകേന്ദ്രം മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. 1000-ലേറെ വർഷങ്ങളുടെ പാരമ്പര്യവും വിശ്വാസവും പേർന്ന ഈ മഹാക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണന്റെ ഭക്തരുടെ മനസ്സിൽ ബാലകൃഷ്ണ രൂപത്തിലും മഹാവിഷ്ണു സങ്കല്പത്തിലും അനുഗ്രഹം ചൊരിയുന്നു. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കാട്ടാക്കടയിലേക്കുള്ള പാതയിൽ മലയൻകീഴ് ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കാലം മാറിയിട്ടും തലമുറകൾ മാറിയിട്ടും ഇവിടുത്തെ വിശ്വാസത്തിന് ഇന്നും ഒരു മാറ്റവുമില്ല. തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രവുമായി ഈ ക്ഷേത്രത്തിന് പാരമ്പര്യമായി ബന്ധമുണ്ടെന്ന് ക്ഷേത്ര ചരിത്രത്തിൽ പറയപ്പെടുന്നു. കൃഷ്ണനാമം ഉരുവിടുന്ന ഓരോ ഭക്തന്റെയും മനസ്സിൽ ഒരു പ്രാർത്ഥനയുണ്ട്. കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി, മക്കളുടെ നന്മയ്ക്കായി, ആരോഗ്യത്തിനായി, മനസ്സിന്റെ സമാധാനത്തിനായി എല്ലാം ഭഗവാന്റെ തിരുമുന്നിൽ സമർപ്പിക്കുകയാണ് ഭക്തർ. നിർമാല്യ ദർശനം രാത്രിയുടെ നിശബ്ദതയ്ക്ക് ശേഷം പുലരിയുടെ ആദ്യ വെളിച്ചത്തിൽ ക്ഷേത്രനട തുറക്കുമ്പോൾ ഭക്തിയുടെ മറ്റൊരു ലോകമാണ് ഇവിടെ ഉണരുന്നത്. ദൈവത്തിന് സമർപ്പിച്ച പൂക്കളും അലങ്കാരങ്ങളും നീക്കം ചെയ്യുന്നതിന് മുമ്പ് ഭക്തർക്ക് ലഭിക്കുന്ന ഈ ദർശനം കേരളത്തിലെ ക്ഷേത്രാരാധന പാരമ്പര്യത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ്. ശ്രീകോവിലിന് മുന്നിൽ തെളിയുന്ന ദീപപ്രകാശത്തിൽ ഭഗവാന്റെ തിരുമുഖം ദർശിക്കുമ്പോൾ ഒരു നിമിഷത്തേക്ക് ലോകത്തിന്റെ തിരക്കുകളെല്ലാം മറന്നുപോകുന്നു. മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠയായ ശ്രീകൃഷ്ണനോടൊപ്പം നിരവധി ഉപദേവതാ സന്നിധികളുമുണ്ട്. ഗണപതി, ശിവൻ, ശാസ്താവ്, ഭൂതത്താൻ, നാഗദൈവങ്ങൾ എന്നിങ്ങനെ വിവിധ സന്നിധികൾ ക്ഷേത്ര പരിസരത്തിലെ ആരാധനാ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് പാരമ്പര്യ വിശ്വാസം. ക്ഷേത്രത്തിന്റെ പുരാതനതയെക്കുറിച്ച് പറയുമ്പോൾ തിരുവല്ല ശാസനങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു. ചരിത്രവും വിശ്വാസവും ഇഴചേർന്ന ഈ പുണ്യഭൂമി ഒരു ആരാധനാ കേന്ദ്രം മാത്രമല്ല, കേരളത്തിന്റെ ക്ഷേത്ര പാരമ്പര്യത്തിന്റെ ഒരു സാക്ഷ്യം കൂടിയാണ്. കണ്ണന്റെ ജന്മദിനമായ അഷ്ടമി രോഹിണി ഭക്തർക്ക് പ്രത്യേക പ്രാധാന്യമുള്ള ദിനമാണ്. കൃഷ്ണനാമജപവും പ്രത്യേക പൂജകളും വഴിപാടുകളും കൊണ്ട്
ക്ഷേത്രം ഭക്തിസാന്ദ്രമാകുന്നു. തലമുറകളുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പാരമ്പര്യത്തിന്റെ വിളക്കേന്തി ഭക്തിയുടെ വഴിയിൽ മുന്നേറുകയാണ് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പുലരിയുടെ ആദ്യ മണിനാഥം മുതൽ സന്ധ്യാദീപത്തിന്റെ ശാന്തപ്രകാശം വരെ ഇവിടെ നിറയുന്നത് ഒരേയൊരു ഭാവം: കൃഷ്ണഭക്തി. ശ്രീരാമ തത്വത്തെ ശ്രവിക്കാൻ വളരെ താത്പര്യത്തോടുകൂടി പാർവതീദേവി പരമശിവൻ്റെ മുമ്പിൽ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിനെ അഭിനന്ദിച്ചുകൊണ്ട് പാർവതീദേവിയെ പ്രശംസിച്ചുകൊണ്ട് പരമേശ്വരൻ പറഞ്ഞു തുടങ്ങുന്ന ഭാഗമാണ്: ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ, നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. പ്രശ്നകർത്താവിനെ അഭിനന്ദിച്ചുകൊണ്ട്, ശ്രദ്ധ കൂടുതൽ ആകർഷിച്ചുകൊണ്ട് ഉപദേശിക്കുക എന്നുള്ള നമ്മുടെ സമ്പ്രദായത്തെ അനുസരിച്ചുകൊണ്ടാണ്, അഥവാ ആ സമ്പ്രദായത്തെ എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഇവിടെ പരമേശ്വരൻ മറുപടി പറയുന്നത്. മാത്രവുമല്ല, ശ്രീരാമദേവൻ്റെ തത്വത്തെ കേൾക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ടായത് തീർത്തും മഹാഭാഗ്യമാണ്. ഈശ്വര തത്വജ്ഞാനം മുക്തിപ്രദമാണ്. ആ ഒരു പരമമായ മുക്തിയിലേക്ക് ഒരാൾക്ക് താത്പര്യമുണ്ടാവുന്നത് അത് ജന്മാന്തര സുഹൃത ഫലമാണ്, മഹാഭാഗ്യമാണ്. എന്ന് മാത്രമല്ല, ശിഷ്യൻ്റെ സവിശേഷതയെ ചൂണ്ടിക്കാണിക്കുന്നത് ശ്രദ്ധയെ കൂടുതൽ ആകർഷിക്കാൻ ഉപകരിക്കും എന്നുള്ളതുകൊണ്ട് പറയുകയാണ്, ഈ വിഷയം എന്നോട് ഇതിനു മുമ്പ് ആരും ചോദിച്ചിട്ടില്ല, സത്യം ഞാനൊട്ട് പറഞ്ഞിട്ടുമില്ല ആരോടും. എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് മറുപടി ആരും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. തനിക്കറിയാം എന്നുള്ളത് കൊണ്ട് എല്ലാവരോടും എല്ലായ്പ്പോഴും എല്ലായിടത്തും പറയുകയില്ല, പറയേണ്ട ആവശ്യമില്ല. അർത്ഥിക്കാത്തയിടത്ത് തത്വോപദേശം അനർത്ഥമാണ്. അതുകൊണ്ട് തന്നെ വിദ്വാൻമാർ ഏതറിവോടൊത്ത് കഴിയുന്നവരായാലും അർഹതയോടുകൂടി അർത്ഥിക്കുന്നവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. ഇതും നമ്മൾ സദാ ഓർമ്മിക്കേണ്ടതാണ്. പാർവതി ദേവി അല്ലാതെ വേറെ ആരും ചോദിച്ചിട്ടില്ല ഇതിനു മുമ്പ് എന്ന് പറഞ്ഞു. അത് ശിഷ്യപ്രശംസയാണ്. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇതറിഞ്ഞിട്ടും പരമേശ്വരൻ ആരോടും ഉപദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ചോദിക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെ വിജ്ഞാനികളായ മഹാപുരുഷന്മാരോട് സംശയങ്ങൾ ചോദിച്ച് അവരിൽ നിന്ന് ആ അറിവിൻ്റെ പ്രകടീകരണം നേടിയെടുക്കേണ്ടത് ലോകത്തിൽ നമ്മുടെ ധർമ്മമാണ് എന്ന് സൂചിപ്പിക്കപ്പെടുന്നു. കാരണം ചോദിച്ചാലേ പറയൂ. പറയുന്നത് സമൂഹത്തിൽ പ്രസരിതമാകണമെങ്കിൽ ചോദിക്കണം. ഇത് വളരെ വലിയ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. അത്യന്തം രഹസ്യമായിട്ടുള്ള പരമാത്മ തത്വത്തെ ഒരാൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടാകുന്നുവെങ്കിൽ
തീർച്ചയായിട്ടും അത് ഈശ്വരനിലുള്ള പരമമായ ഭക്തിയുടെ ഫലമാണ്. ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കൽ നിത്യവും ചിത്തം കാമ്പിൽ വർദ്ധിക്കുക തന്നെ മൂലം. ചിത്തകാമ്പിൽ മനത്താരിൽ ഈശ്വരനിലുള്ള ശ്രദ്ധ ഭക്തി വർദ്ധിക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ് പരമാത്മ തത്വശ്രവണത്തിനുള്ള താത്പര്യമുണ്ടാകുന്നത്. പൊതുവേ ലോകത്തിൽ ലൗകികമായിരിക്കുന്ന വർത്തമാനങ്ങളെ പറയാനും കേൾക്കാനുമാണ് ഏറെ പേർക്ക് താല്പര്യം. അവിടെ എന്തുണ്ടായി, ഇവിടെ എന്തുണ്ടായി, അയാളെന്ത് പറഞ്ഞു, ഇയാളെന്ത് പറഞ്ഞു, ഇത്തരം നാട്ടുവർത്തമാനങ്ങളിലാണ് നമുക്ക് താല്പര്യമേറെ ഉണ്ടാവുക. പരമാത്മതത്വത്തെ ചോദിക്കുന്നവർ വളരെ ചുരുങ്ങും, പറയുന്നവരും വളരെ ചുരുങ്ങും. കാരണം പ്രായേണ ബഹിർമുഖ വൃത്തിയോട് കൂടിയവരാണ് ലോകം. ഇപ്പോൾ ബഹിർമുഖ വൃത്തിയോട് കൂടിയവരായിട്ട് അങ്ങെന്ത് ഇങ്ങെന്തെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് ലൗകികമായ വിഷയങ്ങളിൽ വ്യാപരിക്കുന്നവരാണ് നമ്മൾ. അനേക സഹസ്രം പേരിൽ അനേകായിരം പേരിൽ ഏതോ ഒരാളെ കാണുള്ളൂ തത്വജിജ്ഞാസുക്കൾ ആയിട്ട്. അത് ലോകസ്വഭാവമാണ്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യശൃണോതി എന്നും മറ്റും ഭഗവത്ഗീതാകാരൻ ഉപദേശിക്കുന്നത് ഓർമ്മിക്കുക. ആശ്ചര്യകരമായ ഗുണവിശേഷമുള്ള ആയിരക്കണക്കിന് പേരിൽ ഒരാൾ മാത്രമാണ് പരമാത്മതത്വം അറിയാൻ ഇച്ഛിക്കുന്നവരാകുന്നത്. ഏതായാലും അല്ലയോ ധന്യേ, നീ പരമാത്മതത്വത്തെ അറിയുവാൻ ഇച്ഛിച്ചുവല്ലോ, അത് ഹൃദന്തത്തിലുള്ള ദൃഢമായ ഈശ്വരഭക്തിയുടെ ഫലരൂപമാണ്. അതുകൊണ്ട് ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. അതുകൊണ്ട് ഞാൻ ശ്രീരാമപദാംബുജത്തെ മനസ്സിൽ വന്ദിച്ചിട്ട് സംക്ഷേപിച്ച് സംഗ്രഹിച്ച് വളരെ ചുരുക്കി സാരമായുള്ള തത്വം ഞാൻ പറയാം, നീ കേട്ടുകൊള്ളൂ. അധ്യാത്മരാമായണ മൂലത്തെ ഏറെക്കുറെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് തർജ്ജമയുള്ളത്. അതുകൊണ്ട് സംക്ഷേപമായിട്ട് രാമതത്വത്തെ ഞാൻ പറഞ്ഞു തരാം. അവിടെയും ശ്രീരാമപദാംബുജം മനസ്സിൽ വന്ദിച്ചിട്ടാണ്, ഈശ്വരവന്ദനപൂർവമാണ് തത്വോപദേശം ചെയ്യുന്നത്. ആ ഒരു സമ്പ്രദായം ഇവിടെയും എടുത്തു കാണിച്ചിരിക്കുകയാണ്. ഇത്തരം സമ്പ്രദായങ്ങളൊക്കെ അത് ഗുരുപസദന വിധിയാവട്ടെ, ആചാര്യന്മാരനുവർത്തിക്കുന്ന തത്വോപദേശ വിധിയാവട്ടെ, അതിലൊക്കെയുള്ള സമ്പ്രദായങ്ങൾ പൂർവികന്മാരനുഷ്ഠിച്ച് കാണിച്ചത് അവർക്ക് വേണ്ടി മാത്രമല്ല, ഭാവി തലമുറകൾക്ക് വേണ്ടി കൂടിയാണ്. തൻ്റെ ഭാഷ്യത്തിൽ ഒരിടത്ത് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ഈ വിഷയം മധ്യദീപികാ ന്യായം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഒരു മുറിയിൽ വെച്ച വിളക്ക് മുറിയെ പ്രകാശിപ്പിക്കും, പുറമെ വെച്ച വിളക്ക് പുറം ദേശത്തെ പ്രകാശിപ്പിക്കും. എന്നാൽ നടുക്ക് പടിയിൽ വെച്ച വിളക്ക് അകത്തെയും പ്രകാശിപ്പിക്കും, പുറത്തെയും പ്രകാശിപ്പിക്കും. അതുപോലെ ആചാര്യന്മാരാചരിച്ച് കാണിക്കുന്നത് പൂർവികന്മാരനുവർത്തിച്ചതാണ്, ഇനി വരാൻ പോകുന്നവർക്ക് അനുവർത്തിക്കാനുള്ളതാണ്. അതുകൊണ്ട് ജിജ്ഞാസയുടെ വിഷയത്തിലായാലും തത്വോപദേശത്തിൻ്റെ വിഷയത്തിലായാലും പൂർവികന്മാർ കാണിച്ചു തന്നത് അത് സമ്പ്രദായമായി മാനിച്ച് നമ്മളും തുടരേണ്ടതാണ്. അതുകൊണ്ട് ഈശ്വരവന്ദനപൂർവം തത്വോപദേശം ചെയ്യണം എന്നുള്ളത് അതൊരു സമ്പ്രദായം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളും അനുവർത്തിക്കേണ്ടതാണ്. അതുപോലെ ശിഷ്യ പ്രശ്നത്തിൻ്റെ രീതിയും സമ്പ്രദായമാണെന്ന് മനസ്സിലാക്കി നമ്മളും അനുവർത്തിക്കേണ്ടതാണ്. അങ്ങനെ സമ്പ്രദായങ്ങൾ നിലനിൽക്കുമ്പോൾ മാത്രമേ ഈ ശാസ്ത്രത്തിൻ്റെ ഉപദേശ സമ്പ്രദായമൊക്കെ ശുദ്ധമായിട്ട് സമൂഹത്തിൽ നിലനിൽക്കൂ. അല്ലെങ്കിൽ എങ്ങനെയാവാം, എന്തു ആവാം എന്നുള്ള രീതിയിൽ അതൊക്കെ അധപ്പതിക്കാൻ ഇടവരും എന്നുള്ളത് കൂടി സാന്ദർഭികമായി ശ്രദ്ധിക്കുക.
എന്തിനാണ് നമ്മുടെ മഹാത്മാക്കൾ നമുക്ക് നിരവധിയായിട്ടുള്ള കഥകൾ പറഞ്ഞു തന്നിട്ടുള്ളത്? ഭാരതത്തിൻ്റെ പാരമ്പര്യം വേദമാണ്. വേദത്തിൻ്റെ സാരാംശം തന്നെയാണ് ഉപനിഷത്തുകളായി മഹാത്മാക്കൾ നമുക്ക് പകർന്നു തന്നത്. അതേ സാരാംശത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും കാവ്യങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത്. അതിലൂടെ നിരവധിയായിട്ടുള്ള കഥകൾ മഹാത്മാക്കൾ നമുക്ക് പറഞ്ഞു തന്നു. ഇതിലൂടെ എല്ലാം തന്നെ നാം നേടേണ്ടത് ആത്യന്തികമായി വേദസാരം തന്നെയാണ്. കഥേമമ്മ കഥകൾ പറയുന്ന ഒരു രംഗമാണ്. ഈ കഥകളിലെല്ലാം തന്നെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന തത്വാംശത്തെ കൂടി മനസ്സിലാക്കുമ്പോൾ മാത്രമേ കഥേമമ്മയുടെ പൂർണ്ണ തോതിലുള്ള ആസ്വാദനം മാന്യ പ്രേക്ഷകർക്ക് സാധ്യമാവുള്ളൂ. ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ശ്രോതാക്കൾക്ക് ഉണ്ടാവേണ്ട ഗുണത്തെക്കുറിച്ച് ആചാര്യന്മാർ പറയാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിവിശേഷം കേൾക്കുന്ന ആളുകൾക്ക് വേണം. അത് ഹംസത്തെ പോലായിരിക്കണം എന്നാണ് ഭാഗവതം പറയുന്നത്. ഹംസത്തിന് പാലും വെള്ളവും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് പാല് മാത്രം വേർതിരിച്ച് കുടിക്കാനുള്ള കഴിവുണ്ട് എന്നാണ്. അതുപോലെ ഓരോ കഥകൾ കേൾക്കുമ്പോഴും ആ കഥകളിൽ നിന്ന് എടുക്കേണ്ട സാരാംശത്തെ എടുക്കുകയും ബാക്കി അവിടെ തന്നെ ഉപേക്ഷിക്കാനും നമുക്ക് സാധിക്കണം. കഥേമമ്മയുടെ ഈ ആദ്യ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്ന കഥ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റേതാണ്. ഭൂലോക വൈകുണ്ഠനാഥനായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റേതാണ്. നമ്മുടെയൊക്കെ ഉണ്ണിക്കണ്ണൻ്റെയാണ്. ഉണ്ണിക്കണ്ണൻ്റെ കഥകൾ എത്ര കേട്ടാലാണ് നമുക്ക് മതിയാവുക, അല്ലേ? കൃഷ്ണകഥകളുടെ മാഹാത്മ്യം പറയുന്നത് പറയുന്ന ആൾക്ക് മോക്ഷം, കേൾക്കുന്ന ആൾക്ക് മോക്ഷം, പറയാനും കേൾക്കാനും സാഹചര്യം ഒരുക്കിയവർക്ക് മോക്ഷം എന്നാണ്. പ്രത്യേകിച്ച് ഭഗവാന്റെ ബാലലീലകൾ, ഉണ്ണിയായിരിക്കുന്ന കൃഷ്ണന്റെ കഥകൾ എത്രയെത്ര കേട്ടാലും നമുക്ക് മതിയാവാറില്ല. അങ്ങനെയുള്ള ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീലകളിൽ ഒന്നാണ് ഭഗവാന്റെ ആദ്യത്തെ ലീല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൂതനാമോക്ഷം. പൂതനയുടെ വധമല്ല, പൂതന മോക്ഷം ആണ്. കംസന്റെ വൃത്തിയായിരുന്നു പൂതന. ദേവകിയുടെ 8ാമത്തെ ഗർഭത്തിലുള്ള ശിശു അന്തകൻ, കംസന്റെ അന്തകൻ എവിടെയോ ജനിച്ചിട്ടുണ്ട്, അവനെ വധിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നാടൊട്ടുക്ക് അലഞ്ഞു നടന്നു പൂതന. അങ്ങനെ അലഞ്ഞ് അമ്പാടിയിലെത്തുന്നു പൂതന. അവിടെ നന്ദഗോപരുടെ ഉണ്ണിയായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മമഹോത്സവം നടക്കുന്ന സമയമായിരുന്നു. അതിസുന്ദരിയായിട്ടുള്ള ഒരു അപ്സരസിനെ പോലെ വേഷം മാറി പൂതന. കാണുന്ന ആളുകൾക്കൊക്കെ തോന്നിയിത്രേ സാക്ഷാൽ മഹാലക്ഷ്മി ഇതാ ഭർത്താവിനെ കാണാൻ വരികയാണോ എന്ന്. അത്രയധികം സൗന്ദര്യം. അങ്ങനെ ആ പൂതന തൻ്റെ വേഷം മാറി ഭഗവാന്റെ അടുത്തേക്ക് വരുന്നു. പൂതനയെ കണ്ട പാടെ ആ ഉണ്ണി തൻ്റെ 2 കണ്ണുകളും അടച്ചു കളഞ്ഞു എന്നാണ്. എൻ്റെ കണ്ണിലേക്ക് നോക്കി അവൾക്ക് എന്നെ കൊല്ലാനുള്ള ത്വര ഇല്ലാതിരിക്കട്ടെ എന്ന് മഹാത്മാക്കൾ വ്യാഖ്യാനിക്കാറുണ്ട്. അതുകൊണ്ട് ഭഗവാൻ കണ്ണടച്ചു അത്രേ. കണ്ണടച്ച ഉണ്ണിയെ സ്നേഹത്തോടു കൂടി വാരിയെടുക്കുന്നു പൂതന. എങ്ങനെയാണോ നിരവധിയായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള കുട്ടികളെ കൊന്നു കളഞ്ഞത്, അതുപോലെ വിഷം പുരട്ടിയ സ്ഥലം ആ കുട്ടിയുടെ വായിലേക്ക് പൂതന വെച്ചു കൊടുക്കുന്നു. ഭഗവാൻ തൻ്റെ കുഞ്ഞ് മോണ കാട്ടി ചിരിച്ചുകൊണ്ട് നീ ആരെയാണ് വധിക്കാൻ ശ്രമിക്കുന്നത് എന്ന ഭാവത്തോടു കൂടി പൂതനയുടെ പാല് കുടിക്കാൻ ആരംഭിക്കുന്നു. കുറേ സമയം കഴിഞ്ഞിട്ടും പൂതനയുടെ പാല് കൂടി ഭഗവാൻ നിർത്തുന്നില്ല. ഭഗവാൻ പൂതനയുടെ പ്രാണൻ പോലും വലിച്ചെടുക്കാൻ തുടങ്ങിയതാണ്. അത്യന്തം വേദന സഹിക്കാതെ പൂതന ഓടാൻ തുടങ്ങി. ഭഗവാൻ പിടിവിട്ടില്ല. ഗുരുവായൂരപ്പനെ കുറിച്ച് പറയാറുണ്ട്, നമ്മൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ പിടിവിടാറില്ല എന്ന്. അതുപോലെ പൂതനയെ മുറുക്കി പിടിച്ചു ആ ഉണ്ണി. പ്രാണൻ പോകുന്നത് വരെ പൂതനയുടെ ആ പ്രാണന്റെ അംശം മുഴുവൻ ഭഗവാൻ തന്നിലേക്ക് ചേർത്തു. പൂതനയ്ക്ക് മോക്ഷം നൽകി. കുഞ്ഞു കുട്ടിയായിരിക്കുന്ന കണ്ണൻ പൂതനയെ വധിച്ചുവെന്ന് ഗോകുലവാസികൾക്ക് ആർക്കും തന്നെ വിശ്വസിക്കാൻ സാധിച്ചില്ല. പൂതനയുടെ മൃതദേഹം വെട്ടിയരിഞ്ഞ് ചന്ദനമുട്ടി വെക്കാതെ കത്തിച്ചു അത്രേ. പക്ഷെ അതിസുഗന്ധദ്രവ്യങ്ങൾ എത്രത്തോളം പുകച്ചാലുണ്ടാവുന്ന സുഗന്ധം എത്രത്തോളം ഉണ്ടോ അതിനേക്കാൾ സുഗന്ധം പൂതനയുടെ മൃതദേഹം കത്തിയെരിഞ്ഞപ്പോൾ ഗോകുലത്തിലാകെ പടർന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. അതായത് ഭഗവാൻ തൊട്ടതോടുകൂടി ശുദ്ധമല്ലാത്ത പൂതന ശുദ്ധയായി മാറി എന്നാണ്. എന്താണ് പൂതനാമോക്ഷത്തിൻ്റെ ഈ കഥയിലൂടെ നാം മനസ്സിലാക്കേണ്ടത്? നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കാറുള്ള കഥകളിൽ ഒന്നാണ് പൂതനാമോക്ഷം. പൂതന എന്ന ശബ്ദത്തിൻ്റെ തന്നെ അർത്ഥം ശുദ്ധമായിട്ട് ഒന്നും തന്നെ ഇല്ലാത്തവൾ എന്നാണ്. ശുദ്ധമായിട്ടൊന്നുമില്ലാത്തവളിലും ഭഗവാൻ ശുദ്ധമായിട്ട് ഒന്ന് കണ്ടു, അവളുടെ പ്രാണൻ. നിനക്ക് ഞാൻ മോക്ഷം തരാൻ പോകുന്നു, നീ നിനക്ക് എൻ്റെ പ്രാണൻ തരൂ എന്ന് പറഞ്ഞാണ് ഭഗവാൻ ആ പ്രാണനെ തന്നിലേക്ക് വലിച്ചു ചേർക്കുന്നത്. ആത്യന്തികമായിട്ട് നമ്മളെല്ലാവരും ഭഗവാനിൽ നിന്ന് വന്നതാണല്ലോ. നമ്മുടെ പ്രാണൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. ഭഗവാനെ തന്നെ തന്നിലേക്ക് ലയിപ്പിക്കുന്നു. അങ്ങനെ പൂതനയ്ക്ക് മോക്ഷം കൊടുക്കുന്നു ഭഗവാൻ. പൂതനാമോക്ഷം കഥ കേൾക്കുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടാവേണ്ടത്
നമ്മുടെ മനസ്സിലുള്ള പൂതനാഭാവത്തെ വെടിയുക എന്നുള്ളതാണ്. പൂതനാഭാവത്തെ വെടിഞ്ഞ് വാത്സല്യഭാവം ഉണ്ടാവുക. പൂതനയ്ക്ക് ആദ്യഘട്ടത്തിൽ വാത്സല്യഭാവമാണ് ഭഗവാനോട് ഉണ്ടായിരുന്നത്. ആ വാത്സല്യഭാവത്തോടു കൂടി എടുത്തപ്പോഴായിരിക്കാം ചിലപ്പോൾ ഭഗവാനെ പൂതനയ്ക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടാവുക. എത്ര ആളുകൾക്ക് സാധിക്കും ഗുരുവായൂരപ്പന് മുലയൂട്ടാനുള്ള ഭാഗ്യം? ആ മുലയൂട്ടാനുള്ള ഭാഗ്യം പൂതനയ്ക്ക് ഭഗവാൻ കൊടുത്തില്ലേ? അതുകൊണ്ട് പൂതന മോക്ഷമാണ്, പൂതനയുടെ വധമല്ല അവിടെ നടന്നത് എന്നൊരിക്കൽ കൂടി ഓർക്കുക. ഭഗവാനെ സ്മരിച്ചാൽ, ഭഗവാനെ വാത്സല്യത്തോടെ ഒന്ന് നോക്കിയാൽ ഏതൊരു മനുഷ്യർക്കും മോക്ഷപ്രാപ്തി ഉണ്ടാവും എന്ന് പൂതന നമുക്ക് കാണിച്ചു തരുന്നു. നിരവധിയായിട്ടുള്ള ഇത്തരം കഥകൾ മഹാത്മാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഏറ്റവും ആത്യന്തികമായി നാം നേടേണ്ടതും ആ വലിയ മോക്ഷപ്രാപ്തി തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം. 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനു സമീപം തുഞ്ചംപറമ്പിൽ ജനിച്ചു. ദേശാടനം നടത്തി വിദ്യ അഭ്യസിച്ചു. 4 വേദങ്ങളും 6 ശാസ്ത്രവും സംസ്കൃതവും ജ്യോതിഷവും സ്വായത്തമാക്കി. 30 അക്ഷരങ്ങളുള്ള വട്ടെഴുത്തിൽ നിന്നും 51 അക്ഷരങ്ങളുള്ള മലയാള അക്ഷരമാലയ്ക്ക് രൂപം കൊടുത്തു. എഴുത്തുകളരികൾ സ്ഥാപിച്ചു. ആശാൻ, പണിക്കർ എന്നീ സ്ഥാനപ്പേരുകളിൽ അറിയപ്പെട്ടു. ഓം ഹരിശ്രീ ഗണപതയേ നമ എന്ന് കുട്ടികളുടെ കൈവിരലുകൾ കൊണ്ട് മണലിൽ എഴുതിപ്പിച്ച് വിദ്യാരംഭം തുടങ്ങുന്ന രീതി പ്രാവർത്തികമായത് എന്നിലൂടെയാണ്. 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണത്തെ അതുകരിച്ച് 4,000 ശ്ലോകങ്ങളാക്കി സാധാരണക്കാർക്ക് ആസ്വാദകരമേകി. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട്, അധ്യാത്മരാമൻ കിളിപ്പാട്ട്, ചിന്താരത്നം, ബ്രഹ്മാണ്ഡ പുരാണം, ശിവപുരാണം മുതലായവ എൻ്റെ രചനകളാണ്. അന്നുവരെ നിലവിലുണ്ടായിരുന്ന ശൃംഗാരം, ഫലിതം, ഭക്തിരചനാ സമ്പ്രദായത്തിൽ നിന്നും വ്യത്യാസമായി സാമൂഹ്യ നന്മയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള കാവ്യരചനകൾ ദ്രാവിഡ നാടൻ നാടോടി ഈണത്താൽ വിരചിതമാക്കി സാധാരണക്കാർക്ക് ഭക്തിരസംഭാവം എൻ്റെ കൃതികളിലൂടെ മനസ്സിലാക്കി കൊടുത്തു. എഴുത്തച്ഛൻ എന്നാൽ കുലപ്പേരാണ്. തുഞ്ചൻ എന്നാൽ ഇളയവനെന്നും അങ്ങനെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് നാം അറിയപ്പെട്ടു. രാമായണം, ഇരുട്ടുമായണം, പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രന്റെ അയനമായും ഉദ്ഘോഷിച്ചു പാടി ശ്രീരാമഭരണം പ്രകീർത്തിച്ചു പാടി നാം ധന്യരാകുന്നു. പാണ്ഡിത്യത്തിലും വംശപ്പൊലിമയിലും താഴേക്കിടയുള്ള എനിക്ക് ശ്രീരാമചരിതാലാപനത്തിൽ അറം പറ്റാതിരിക്കാൻ കിളികളെ കൊണ്ട് പാടിച്ചു. അങ്ങനെ മലയാള ഭാഷയ്ക്ക് കിളിപ്പാട്ട് രീതി പരിചയപ്പെടുത്തി. തമിഴ് ഭാഷയിൽ മാത്രം നിലവിലുണ്ടായിരുന്ന കിളിവിടുത്ത് എന്ന രീതിയിൽ നിന്നും വ്യത്യാസമായി മലയാള ഭാഷയ്ക്ക് കിളിപ്പാട്ട് രീതി ആവിഷ്കരിച്ചു. പുതുതലമുറയ്ക്ക് വിജ്ഞാനം പകരുവാൻ ശോകനാശിനി പുഴയുടെ തീരത്ത് ചിറ്റൂർ മഠം സ്ഥാപിച്ചു കഴിയുന്നു. ശ്രീരാമ രാമ രാമ
ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ. ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ. സീതാഭിരാമ ജയ.